വിളവെടുപ്പ് സീസണിൽ തൊഴിലാളി ക്ഷാമത്താൽ നട്ടം തിരിഞ്ഞ ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകർ. ഏലത്തോട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികൾ എത്തുന്നതിനാൽ പ്രതിസന്ധി രൂക്ഷമല്ലെങ്കിലും കുരുമുളക്, കാപ്പി വിളവെടുപ്പ് എടുക്കുവാൻ ആളെ കിട്ടാത്ത അവസ്ഥയിലാണ്. വിളവെടുപ്പിനായി ആധുനിക യന്ത്ര സാമഗ്രികളെയും ആശ്രയിക്കുന്നവരുടെ എണ്ണം കുറവല്ല. കഴിഞ്ഞ മാസം മുതലാണ് കാപ്പി, കുരുമുളക് വിളവെടുപ്പ് ആരംഭിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കുരുമുളക് നേരത്തെ തന്നെ ഇടവിട്ട് പഴുക്കുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടായിരുന്നു. ഇതിനാൽ തന്നെ ഒറ്റയടിക്ക് കുരുമുളക് വിളവെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഓരോ തോട്ടത്തിലും 10 മുതൽ 15 വരെ തൊഴിലാളികളെങ്കിലും ഉണ്ടെങ്കിലേ സമയബന്ധിതമായി വിളവെടുക്കാൻ സാധിക്കൂ. എന്നാൽ തൊഴിലാളികളെ ലഭിക്കാതെ വന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഹൈറേഞ്ചിലെ കർഷകർ. തദ്ദേശീയരായ തൊഴിലാളികൾ ഈ രംഗത്തേക്ക് കടന്നുവരാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഏലത്തോട്ടങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തൊഴിലാളികൾ പണിയെടുക്കുന്നതിനാൽ ഏലക്കായുടെ വിളവെടുപ്പ് സമയബന്ധിതമായി നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം തൊഴിലാളികൾക്ക് കുരുമുളകും കാപ്പിയും വിളവെടുക്കുന്നതിനുള്ള വൈവിധ്യമില്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധി. ഈ വർഷം വിളവ് തീർത്ത മോശമാണ്. കുരുമുളക് കൃഷികളൊക്കെ ഏകദേശം 90% നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. എങ്കിൽ പോലും ഉള്ള കുരുമുളക് അത് പറിച്ച് എടുക്കുന്ന സമയമാണ്, സീസൺ സമയമാണ്. ഈ സമയത്ത് തൊഴിലാളികളെ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥാവിശേഷം ഉണ്ട്. മുമ്പൊക്കെ തൊഴിലാളികളെ സുലഭമായിട്ട് കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഇന്ന് തൊഴിലാളികളെ കിട്ടാനില്ലാത്ത അവസ്ഥ. കാപ്പി കൃഷി പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുന്നു. ഉള്ളത് നുള്ളിപ്പറിച്ച് എടുക്കാനായിട്ടുള്ള തൊഴിലാളികളുടെ ആവശ്യമുണ്ട്. ഏലകൃഷിക്ക് വേണം, കുരുമുളക് കൃഷിക്ക് വേണം. ഈ കൃഷികളൊക്കെ ഇന്ന് തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും അവരുടെ കൂലി അവരുടെ ശമ്പളമൊക്കെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമൊക്കെയാണ്. ഒരു മാസത്തിനുള്ളിൽ തന്നെ കുരുമുളകിന്റെ വിളവെടുപ്പ് പൂർത്തീകരിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും കർഷകർക്കുണ്ടാവുക. കുരുമുളക് പഴുത്ത് നിലത്ത് വീണു പോകുന്ന സാഹചര്യമുണ്ടാകും. കാപ്പിക്കുരുവിന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.